കാഞ്ചാർ കോഴിമലയിൽ കാട്ടാന ആക്രമണത്തിൽ തകർന്ന കൃഷിയിടങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം പട്രോളിംഗ് ഉൾപ്പെടെ നടത്തുമെന്നും കർഷകർക്ക് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കോവിൽമല മരുതൻചൂട് ഭാഗത്ത് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി കൃഷിയിടങ്ങൾ നശിപ്പിച്ചത്. തുടർന്ന് പ്രദേശവാസികൾ വനംവകുപ്പിൽ വിവരം അറിയിച്ചു. ശേഷം അരുവിക്കൽ ഭാഗത്ത് കാഞ്ചാർ മുരിക്കാട്ടുകുടി സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. കാട്ടാനയുടെ ആക്രമണം രൂക്ഷമായ പ്രദേശത്ത് നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും വിഷയത്തിൽ അടിയന്തര നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുമെന്നും മുരിക്കാട്ടുകുടി സെക്ഷൻ ഓഫീസർ ബി സന്തോഷ് പറഞ്ഞു. നമ്മളിവിടെ ഫെൻസിംഗ് ഇടാനായിട്ടും അതുപോലെ തന്നെ ട്രെഞ്ച് കുഴിക്കാനും ഒക്കെ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ റേഞ്ച് ഓഫീസർ മുഖാന്തരം അങ്ങോട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. നൈറ്റ് പെട്രോളിങ്ങിനുള്ള ഇതും എല്ലാം കൊടുത്തിട്ടുണ്ട്. വഴിവിളക്ക് ഇടാനായിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം VSS മീറ്റിംഗ് പൊതുയോഗം കൂടിയപ്പോൾ അതിന് തീരുമാനമായിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് KC ബോർഡിൻ്റെ സഹായം കൂടെ വേണം. അതിൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഹോൾഡറൊക്കെ പിടിപ്പിക്കേണ്ടത് അവരാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടും VSSൻ്റെ സഹായത്തോടും കൂടി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ കത്ത് വേണമെങ്കിൽ നൽകാം എന്ന് റേഞ്ച് ഓഫീസർ സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും. കൂടാതെ പാമ്പാടിക്കുഴിയിൽ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി, അവിടെയും പിന്നെ മറ്റപ്പള്ളി ഭാഗത്തും ആന ഇറങ്ങിയിട്ടുണ്ട്. കാക്കത്തോട് ഭാഗത്തും നിരന്തരം ആനയുടെ ശല്യമുണ്ട്. ഞങ്ങളിതെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം കാക്കത്തോട്, മറ്റപ്പള്ളിക്കവല, കോവിൽമലയുടെ വിവിധ മേഖലകളിലെല്ലാം കാട്ടാന ആക്രമണം രൂക്ഷമാണ്. പ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കുമെന്നും കാട്ടാന ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നടത്തുമെന്നും അവർ അറിയിച്ചു. മുരിക്കാട്ടുകുടി സെക്ഷൻ ഓഫീസർ ബി സന്തോഷ്, മറ്റു ഉദ്യോഗസ്ഥന്മാരായ പ്രിയേഷ് എസ്, CK സതീഷ്, TD വിൽസന്റ്, ബിജു TS, കോവിൽമല വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ജെയ്മോൻ കോഴിമല എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനകൾ നടത്തിയത്.